ജിതേഷ്, പണയം വെക്കുക ഇംഗ്ലീഷ്. മോർഗേജ്. അപ്പോൾ ടി സൈലൻ്റ് ആണോ? അതിൽ ടി സൈലൻ്റ് ആണ്. വേണമെങ്കിൽ ആറും സൈലൻ്റ് ആക്കാം. മോർഗേജ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടും പറയാം. ഓക്കെ, അത് വെച്ചിട്ടൊരു എക്സാമ്പിൾ. He mortgaged his house for his son's education. ഓക്കെ. അടുത്തത് വായ്പ എടുക്കുക. To take a loan. യെസ്, എക്സാമ്പിൾ. I had to take a loan to buy a house. ഓക്കെ. അപ്പോൾ ജിതേഷ് എന്തെങ്കിലും പണയം വെച്ചിട്ടുണ്ടോ? ധാരാളം പണയം വെക്കാൻ മാത്രമേ. അതേപോലെ ലോൺ എടുത്തിട്ടുണ്ടോ? ലോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ. ലോൺ എടുത്താൽ പിന്നെ അടുത്തത് I had to repay. യെസ്, റീപേ എന്ന് പറഞ്ഞാൽ തിരിച്ചടക്കുന്നതിന് നമ്മൾ റീപേ എന്ന് പറയില്ലേ? Repay. അപ്പോൾ റീപേ വെച്ചിട്ടൊരു എക്സാമ്പിൾ. I had to repay the loan even though it was difficult. ഓക്കെ. അടുത്തത് സാധാരണ എല്ലാവരും പണയം വെക്കുന്നത് ആധാരമാണ്. ആധാരത്തിൻ്റെ ഇംഗ്ലീഷ്? ആധാരത്തിന് ടൈറ്റിൽ ഡീഡ്. ഓക്കെ, എക്സാമ്പിൾ. The advocate reviewed the title deed before the property sale. യെസ്. അടുത്തത് സത്യവാങ്മൂലം. ഇത് മലയാളത്തിൽ പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് കുറച്ചുകൂടെ എളുപ്പം തോന്നുന്നു. Affidavit. എക്സാമ്പിൾ. He submitted an affidavit as evidence before the court. ഓക്കെ. സോ ഗൈസ്, കണ്ടോ, ഇത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് സേവ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. 2 മാസത്തെ കോഴ്സാണ്. ദിവസം 6 മണിക്കൂർ ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളെ കൂടെ തന്നെ നിന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. മുകളിൽ ബയോയിൽ വാട്സാപ്പ് ലിങ്ക് ഇട്ട് ക്ലിക്ക് ചെയ്യാം. പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നു. താങ്ക് യു.